ആദാബ് ബച്ചു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 6ാം ക്ലാസ്സിലെ 15ാമത്തെ പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാഠഭാഗം തുടങ്ങുന്നതിന് മുന്നേ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയൊരു ചിത്രം നൽകിയിട്ടുണ്ട് അല്ലേ? നമുക്കാദ്യം ഈ ചിത്രം ഒന്ന് വായിക്കാം. എങ്ങനെയാണ് ചിത്രം വായിക്കുക? ചിത്രത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, ആദ്യം തന്നെ കാണുന്നത് ഇവിടെ ഒരു വലിയ മരത്തിന് ചുറ്റുമിരുന്ന് കുറേ ആളുകൾ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് അല്ലേ? ഇതുപോലെയുള്ള കാഴ്ചകൾ നമ്മുടെ നാട്ടിലും പതിവാണല്ലോ അല്ലേ? ഏതെങ്കിലും ഒരു സെൻറ്ററിലിരുന്നിട്ട്, ആ ഗ്രാമത്തിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തിലിരുന്നിട്ട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കും. പലപ്പോഴും ഈ സംസാരത്തിനിടയിൽ സ്വന്തം നാട്ടിലെ പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഓരോ വീടുകളിലെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ദൂരദേശങ്ങൾ അഥവാ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയ്ക്കായിട്ട് ഇവർ തിരഞ്ഞെടുക്കാറുമുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലും കാണുന്നൊരു കാഴ്ചയാണ്. പിന്നെ അതാ ഇവിടെ കുറേ കുട്ടികൾ കളിക്കുന്നു, പിന്നെ ഇവിടെ കുറേ ചായക്കടകളൊക്കെ ഉണ്ട്, പിന്നെ അതവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് അല്ലേ? ഇവിടെ വീടുണ്ട്, ഇവിടെ ഒരു പൈപ്പും ഉണ്ട് അല്ലേ? ആ പൈപ്പിൽ പക്ഷേ വെള്ളം വളരെ കുറവാണ്. ഇത്രയും വികസനമൊക്കെ ഉണ്ട്, പക്ഷേ വെള്ളം നോക്കൂ, വെള്ളം വളരെ കുറവാണ്. നമുക്കറിയാം ഏതൊരു വികസനത്തിൻ്റെയും അടിസ്ഥാനമാണ് ശരിക്കും വെള്ളമൊക്കെ അല്ലേ? ഈ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ ഈ ചെടിക്ക് പച്ചപ്പോ ഇവിടെയുള്ള ഈ പച്ച നിറത്തിലുള്ള പുല്ലുകളോ ചെടികളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളൊന്നും ഈ കോലത്തിലും ആയിരിക്കില്ല അല്ലേ? വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം എന്ത് ചെയ്യും? നമ്മൾ മൊത്തം മാറിപ്പോകും. വെള്ളമില്ലാതെ വലിയ ഫ്ലാറ്റുകളിൽ പോലും വെള്ളം കിട്ടാതെ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും അടുത്തുള്ള ഈ മാളുകളിൽ പോയിട്ട് നടത്തിയിട്ടുള്ള സംഭവങ്ങൾ ബാംഗ്ലൂരിലുണ്ടായതൊക്കെ നമ്മൾ ഈയിടെ വാർത്തയിൽ വായിച്ചതാണ്. അപ്പോൾ വെള്ളം എന്നുള്ളത് വളരെ നമുക്ക് നമ്മുടെ മനുഷ്യജീവിതത്തിന് വളരെ അത്യാവശ്യമാണ്. മനുഷ്യജീവിതത്തിന് മാത്രമല്ല, ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ വെള്ളം വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം അല്ലേ? ജലം വളരെ അമൂല്യമാണ്. നമുക്ക് എന്തായാലും നമ്മുടെ പാഠഭാഗം എന്താണെന്ന് നോക്കാം. നോക്കൂ, സബക് 15 ജമീൽ ഓർ അബ്ബാജാൻ അസ്പത്താൽ സെ ഘർ വാപ്പസ് ആയി. ജമീലും അബ്ബാജാനും ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തി. ജമീൽ ഹാത്ത് മുഹ് ധോനെ ലഗ. ജമീൽ എന്ത് ചെയ്തു? വന്നതും കയ്യും മുഖമൊക്കെ കഴുകാൻ തുടങ്ങി. ഇത് വളരെ നല്ലൊരു ശീലമാണ്. നമ്മൾ പുറത്ത് എവിടെ പോയി വന്നാലും കയ്യും മുഖമൊക്കെ കഴുകിയതിന് ശേഷം വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ രോഗാണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകാനൊക്കെ ഇത് നമ്മളെ വളരെ സഹായിക്കും. അതൊരു നല്ല കാര്യമാണ്. നമ്മളും ഈ ഒരു ശീലം തുടർന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. ലേക്കിൻ വോ നൽ ബന്ദ് കർന ഭൂൽ ഗയ. പക്ഷേ അവൻ എന്ത് ചെയ്തില്ല? അവൻ പൈപ്പ് അടയ്ക്കാൻ മറന്നുപോയി. പൈപ്പ് അടച്ചില്ല അല്ലേ? അവന് പൈപ്പ് അടയ്ക്കാൻ മറന്നുപോയി. കയ്യും മുഖമൊക്കെ വൃത്തിയായി കഴുകി, പക്ഷെ എന്ത് ചെയ്തില്ല? പൈപ്പ് അടച്ചില്ല. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? നമ്മളിപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ എല്ലാം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പൈപ്പൊക്കെ തുറന്ന് എല്ലാം ഉപയോഗിച്ചു, അതിനുശേഷം അതിങ്ങനെ അടയ്ക്കാതെ ഇങ്ങനെ പോകും. അപ്പോൾ എത്ര വെള്ളമായിരിക്കും പാഴാകുക അല്ലേ? നമുക്കറിയാം, നമ്മൾ ഇന്നിവിടെ വെള്ളം യഥേഷ്ടം ഉപയോഗിക്കുന്ന സമയത്ത് വെള്ളം ഒരു തുള്ളി പോലും കിട്ടാത്ത എത്രയോ ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു പാത്രം കഴുകാൻ തന്നെ ചിലപ്പോൾ നമ്മൾ ഒരു കുളിക്കാനുള്ള വെള്ളം ചിലവാക്കുന്നവരുണ്ടാവും. അതൊന്നും നല്ല കാര്യമാണോ? അല്ല അല്ലേ? അങ്ങനെയുള്ള ശീലങ്ങളുള്ളവരൊക്കെ അതൊക്കെ ഉപേക്ഷിക്കുക കേട്ടോ. നോക്കൂ, ഈ ദേക്കർ അമ്മി ജാനെ കഹാം. ഇത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, ബേട്ടെ പാനി ബഹുത്ത് അൻമോൽ ഹേ. അല്ലേ? എന്താ പറഞ്ഞത്? മോനെ, വെള്ളം വളരെ അമൂല്യമാണ്. ഉസേ സോണി കർന ടീക് നഹി ഹേ. അത് പാഴാക്കുന്നത് നല്ലതല്ല. കാനെ കെ ബാദ് അമ്മി ജാൻ ഏക്ക് കഹാനി സുനാനെ ലഗി. എന്നിട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അമ്മ ഒരു കഥ കേൾപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കഥ പറയാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഈ കഥ വെള്ളവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ പാഠഭാഗത്തിൽ എന്താശയമാണോ നമുക്ക് കിട്ടുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ
പകർത്തും എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആ കഥ കേൾക്കാൻ തുടങ്ങാം. അപ്പോൾ പാഠഭാഗത്തിൻ്റെ പേരിതാണ് പാനി അൻമോൽ ഹെ, അഥവാ ജലം അമൂല്യമാണ്. നമുക്കറിയാം അമൂല്യം എന്ന് പറഞ്ഞാൽ മൂല്യം നിശ്ചയിക്കാൻ പറ്റാത്തത് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ വെള്ളം അത്രയും വിലപ്പെട്ടതാണ്. നോക്കൂ, അപ്രിൽ ക മഹീനത്ത, ഏപ്രിൽ മാസമായിരുന്നു. दोपहर की शदीद धूप में नारायण किसी काम के लिए പഞ്ചായത്ത് കെ ദഫ്തർ പहुंचा. നമുക്കറിയാം ഏപ്രിൽ മാസമൊക്കെ നല്ല ചൂടുകാലമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു മാസം ഉച്ചയുടെ കഠിന വെയിലിൽ, ഉച്ച സമയത്തെ കഠിന വെയിലിൽ നാരായണൻ എന്ന് പറഞ്ഞ ആൾ എന്തോ ഒരു ആവശ്യത്തിനായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ എത്തി. മാത്തി കാ പസീന പൂഞ്ച്തേ ഹുയേ ചോക്കിദാർ സേ കഹ. എന്നിട്ടോ അയാൾ നാരായണൻ എന്തോ ചെയ്യാണ്, നെറ്റിയിലെ വിയർപ്പൊക്കെ തുടച്ച് കളഞ്ഞിട്ട് അവിടെയുള്ള സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റിയോട് പറയുകയാണ്, ഭായി തോടാ പാനി പിലാ ദീജിയേ. എന്താ പറയുന്നത്, സഹോദര എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തരൂ. ചോക്കിദാറിനെ മേസ് पर रखा हुआ लोटा और ग्लास आगे बढ़ाते हुए कहा. ചോക്കിദാർ എന്ത് ചെയ്തു, ഇത് കേട്ടപ്പോൾ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കിണ്ടി ഉണ്ടാവില്ലേ, ഒരു വാലുള്ള ഒരു പാത്രം, അതും ഗ്ലാസ്സും ഒക്കെ അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ നാരായണന് നീട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, ജനാബ് യേ രഹാ പാനി ഏക് ഗ്ലാസ് സേ ജ്യാദാ മത് പീന. സർ അല്ലേ, ഇതാ വെള്ളം, പക്ഷേ ഒരു ഗ്ലാസ്സിൽ കൂടുതൽ കുടിക്കരുത്. നോക്കൂ, ഉച്ചവെയിലിൽ ക്ഷീണിച്ച് വളരെ വിയർത്ത് കുളിച്ച് ദാഹിച്ച് വന്ന ഒരാളോട് സെക്യൂരിറ്റി പറയുകയാണ് ഒരു ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം കുടിക്കരുത് എന്ന്. എന്തായിരിക്കും കാരണം? വെള്ളത്തിനവിടെ ക്ഷാമമായിരിക്കും അല്ലേ. നമുക്കറിയാലോ, നമുക്ക് മാത്രമല്ല കിളികൾക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും എല്ലാവർക്കും വെള്ളം ആവശ്യമാണ് അല്ലേ. ആ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളം എത്രത്തോളം മഹത്വമാണ്, അല്ലെങ്കിൽ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് നമുക്കൊന്നും കൂടി മനസ്സിലാക്കാൻ ഈ ചിത്രം വളരെ സഹായിക്കും. നോക്കൂ, അങ്ങനെ അടുത്തത് പാനി ഹമേ ബഡി മുഷ്കിൽ സേ മിൽത്താ ഹെ. എന്താണ് കാരണം പറയുന്നത്? ഞങ്ങൾക്ക് വെള്ളം വളരെ ബുദ്ധിമുട്ടിലാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ വളരെ വളരെ പ്രയാസപ്പെട്ടാണ് ഞങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നത്. वो भी 4 കിലോമീറ്റർ ദൂർ സേ ലാന പടുത്താ ഹെ. അത് തന്നെ 4 കിലോമീറ്റർ അകലെ നിന്ന് കൊണ്ടുവരണം. ചോക്കിദാറിനെ കഹ, ചോക്കിദാർ പറഞ്ഞു. ഗാവോं के तालाब को छोड़कर आप पानी इतनी दूर से क्यों लाते हैं. അപ്പോഴാണ് നമ്മുടെ നാരായണൻ ചോദിക്കുന്നത്, ഗ്രാമത്തിലെ കുളം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഇത്രയും ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവരുന്നത് അല്ലേ. നമ്മുടെ അടുത്ത് വെള്ളം ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ അടുത്തുള്ള വെള്ളമല്ലേ എടുക്കുക. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള കുളം ഉപേക്ഷിച്ച് നിങ്ങൾ 4 കിലോമീറ്റർ ദൂരെയൊക്കെ പോയി വെള്ളം കൊണ്ടുവരുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ചോക്കിദാർ പറയാണ്, ജനാബ് ഈ താലാബ് ഗാവോ വാലോം കെ ലിയെ എക് മുസീബത്ത് ബൻ ഗയി ഹെ. എന്താ പറഞ്ഞത്? ജനാബ് സാർ, ഈ കുളം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ കുളം ഗ്രാമത്തിലെ ആളുകൾക്ക് വലിയൊരു മുസീബത്താണ്, വലിയൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ വലിയൊരു തലവേദനയായിരിക്കുകയാണെന്ന്. വോ കൈസേ. അപ്പോൾ അതെങ്ങനെ? നാരായണനെ ഹൈറത്ത് സേ പൂച്ച. നാരായണൻ ഹൈറത്ത് അഥവാ ആശ്ചര്യത്തോടു കൂടെ ചോദിച്ചു. കുളം എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ നടത്താനാണല്ലേ, അതിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ സുഗമമായി നടത്താനാണ്. അങ്ങനെയുള്ള സംഭവം എപ്പോഴാണ് നമുക്കൊരു നാശമായി തീരുന്നത്, അല്ലെങ്കിൽ ഒരു ശാപമായിട്ട് എപ്പോഴാണ് നമുക്ക് തീരുന്നത്? ഈ നാരായണൻ വളരെ അതിശയത്തോടു കൂടെ ചോദിക്കുകയാണ്. അപ്പോൾ ചോക്കിദാർ പറയാണ്, ചോക്കിദാറിനെ ഇധർ ഉധർ ദേഖ്തേ ഹുയെ ചുപ്കെ സേ കഹ. ചോക്കിദാർ അവിടെ ഇവിടേക്ക് നോക്കിയിട്ട് വളരെ പതുക്കെ, വളരെ രഹസ്യഭാവത്തിൽ അയാളോട് പറയുകയാണ്, ലോഗോं का कहना है कि जो भी इस तालाब से पानी पीता है ഉസേ കോയി ന കോയി ബീമാരി ലഗ് ജാത്തി ഹെ. എന്താ പറയുന്നത്? ആളുകളുടെ പറച്ചിലിതാണ്, എവിടെ നമ്മൾ ഈ കുളത്തിൽ നിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഈ കുളത്തിൽ നിന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് എന്തെങ്കിലും ഒരു രോഗം പിടിപെടും എന്ന് ആളുകളുടെ പറച്ചിലാണ്. ഇങ്ങനെ
ഈ കുളത്തിൽ നിന്ന് ആരെങ്കിലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവനക്ക് എന്തായാലും അസുഖം പിടിപെടും. ചൗക്കീദാർ കി ബാത് സുൻകർ നാരായൺ കോ തഅജ്ജുബ് ഹുവ. ചൗക്കീദാറിൻ്റെ ഈ സംസാരം കേട്ട് നാരായണന് അത്ഭുതമായി. ഉസ്നെ ജാക്കർ താലാബ് കോ ഔർ സേ ദേഖ. അല്ലേ? അപ്പോൾ എന്നാൽ പിന്നെ ആ കുളം ഒന്ന് കാണണമല്ലോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ നാരായണൻ എന്ത് ചെയ്യാണ്? ആ കുളം ഒന്ന് പോയി കണ്ടു, ശ്രദ്ധയോടുകൂടെ നോക്കിയിട്ടോ. എന്നിട്ടോ താലാബ് കെ കിനാരെ പർ ജംഗ്ലി ജാടിയാത്തി. താലാബ് എങ്ങനെയാണ് കണ്ടത്? താലാബിൻ്റെ അടുത്ത് അങ്ങനെ ജംഗ്ലി ജാടിയാത്തി അഥവാ കാട്ടുചെടികളൊക്കെ ഉണ്ടായിരുന്നു. അഥവാ അവിടെ ഒരു കുറ്റിക്കാട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അറിയാം അവിടേക്ക് ആരും പോകുന്നില്ല എന്നുള്ളത്, അല്ലേ? ആരും തന്നെ അവിടേക്ക് പോവാതെ ആകുമ്പോഴാണ് അവിടെ പാഴ്ചെടികളും പലതരത്തിലുള്ള കാട്ടുചെടികളൊക്കെ വന്ന് അവിടെ ഇങ്ങനെ ഒരു കാട് പോലെ ഉണ്ടാവുന്നത്, അല്ലേ? കുറ്റിക്കാടായി മാറുന്നത്. ആൾപ്രവേശം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. പാനി കി സത്ത ഗന്ദഗി ഓർ ഹരി കായി സെ ഡക്കി ഹുയി തി. പിന്നെയോ വെള്ളത്തിൻ്റെ മുകൾ ഭാഗം, വെള്ളത്തിൻ്റെ ഉപരിതലം ചെളിയും അതുപോലെ തന്നെ ഹരിക്കായി അഥവാ പായലും കൊണ്ട് നിറഞ്ഞിരുന്നു. ഉസ്കെ ഇലാവ താലാബ് മേ കോടാ കച്ചറ ബി ജമൗത്ത. ഇത് മാത്രമല്ല താലാബിൽ എന്തുണ്ടായിരുന്നു? കോടാ കച്ചറ, വളരെ അല്ലെങ്കിൽ ഒരുപാട് മാലിന്യങ്ങളും കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുളം ഒരു ഉപയോഗശൂന്യമല്ലാത്ത വസ്തുവായി മാറിയിട്ട് കുറേ കാലമായിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഇപ്പം ആകെ അവിടെ എന്തിനാ ഉപയോഗിക്കുന്നത്? വേസ്റ്റ് ഇടാനുള്ളൊരു സ്ഥലമായി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. വളരെ നല്ല കാര്യമാണോ ചെയ്യണത്? അല്ല, അല്ലേ? ഒരിക്കലും നമ്മൾ അനുകരിക്കാൻ പറ്റാത്ത, ഒരിക്കലും നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണിത്. കാരണം ജലസ്രോതസ്സുകൾ നശിപ്പിക്കാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല, അങ്ങനെ നമ്മൾ ചെയ്യാനും പാടില്ല, അല്ലേ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മുടെ നാട്ടിലെ വേസ്റ്റുകൾ മുഴുവൻ കൂട്ടിക്കൊണ്ടുപോയിട്ട് ജലസ്രോതസ്സുകളിൽ എറിയുന്ന ഒരു പരിപാടി വളരെ എന്താ പറയുക, നാണക്കേടാണ്, അല്ലേ? നമുക്കറിയാം, ഒരു മഴക്കാലത്ത് ആമയിഴഞ്ഞാൻ തോട് വൃത്തിയാക്കാനായി പോയിട്ട് ഒരു ശുചീകരണ തൊഴിലാളി അതിൽപ്പെട്ട് മരിച്ച് ഒരു 2-3 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ലഭിച്ച വാർത്തയൊക്കെ നമ്മൾ കേരളത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെതിരെ ശബ്ദമുയർത്തണം. ഓക്കെ, ഇനി നോക്കൂ. അഗ്ലേ ദിൻ നാരായൺ സഫായി കാ സാമാൻ ലേക്കർ ഗാവും പഹുഞ്ച. അടുത്ത ദിവസം നാരായണൻ എന്ത് ചെയ്തു? ശുചീകരണ സാധനങ്ങളല്ലോ, ശുചീകരണത്തിനുള്ള സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്കറിയാലോ. കൈക്കോട്ട്, അതുപോലെ തന്നെ വെട്ടുകത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഗ്രാമത്തിലെത്തി. ഓർ താലാബ് കി സഫായി കർണീലക. എന്നിട്ടോ ആ കുളം അങ്ങടെ വൃത്തിയാക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിലും നാരായണന് മനസ്സിലായി എങ്ങനെയാണ് ഇത്രയും നല്ല ഒരു കുളം ഇവിടെയുള്ളവർക്ക് ഇത്രയും വേണ്ടാത്തതായി മാറിയത്, അല്ലെങ്കിൽ എങ്ങനെയാണത് രോഗമുണ്ടാക്കുന്നത് എന്ന് നാരായണന് കാര്യം മനസ്സിലായി, അല്ലേ? എന്താണ് കാര്യം? വൃത്തിയില്ലായ്മയാണ്. വൃത്തി ഉണ്ടെങ്കിൽ മാത്രമാണ് ആ വെള്ളം കുടിച്ചാൽ നമുക്ക് അസുഖം വരാതിരിക്കുകയുള്ളൂ. കെട്ടിക്കിടക്കുന്ന വെള്ളമോ അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് രോഗം വരും. അതൊരിക്കലും ആ കുളത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അല്ലേ? നമ്മൾ ആ കുളത്തിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജലസ്രോതസ്സുകളെയൊക്കെ സൂക്ഷിക്കാത്തതിൻ്റെ കുഴപ്പമാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ നാരായണൻ എന്ത് ചെയ്തു? അതങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചു കേട്ടോ. ഈ ദേക്കുകർ ഗാവും ബാലുവിനെ പൂച്ച. ഇത് കണ്ടിട്ട് ഗ്രാമത്തിലെ ആളുകൾ ചോദിച്ചു, ജനാബ് ആപ് യേ ക്യാ കർ രഹേ ഹേ. എന്താ ചോദിച്ചത്? സാർ, നിങ്ങളിതിവിടെ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാരായൺ കഹനെ ലഗ. അത് കേട്ടപ്പോൾ നാരായണൻ പറഞ്ഞു, ഗാവോ വാലോ ഹമേ ഇസ് താലാബ് കി ഗന്ദഗി കോ സാഫ് കർനാ ഹോഗ. എന്താ പറഞ്ഞത്? ഗാവോ വാലോ, ഗ്രാമനിവാസികളെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ കുളത്തിലെ മാലിന്യം വൃത്തിയാക്കണം. നമുക്ക് ഈ കുളത്തിലെ മാലിന്യം വൃത്തിയാക്കണം. ജബ് പാനി സാഫ് ഹോ ജായേഗാ തബ് യഹാ കി ബീമാരിയാം ബി ഭാഗ് ജായേംഗി. എന്താ പറഞ്ഞത്? വെള്ളം വൃത്തിയായി കഴിഞ്ഞാൽ ഇവിടെയുള്ള രോഗങ്ങളും എന്തു ചെയ്യും? അതും ഇവിടെ നിന്ന് ഓടിപ്പോകും. പിർ ക്യാ താ
സബ് ലോഗ് മിൽക്കർ സഫായി കർണേ ലഗ. പിന്നെ എന്താ സംഭവിച്ചത്? എല്ലാവരും ചേർന്ന് ആ കുളം അങ്ങോട്ട് വൃത്തിയാക്കാൻ തുടങ്ങി. ദേഖ്തേ ഹി ദേഖ്തേ താലാബ് കാ പാനി ആയിന കി തര സാഫ് ആ ഗയ. അങ്ങനെ നോക്കി നിൽക്കും പോലെ നോക്കെ അല്ലെങ്കിൽ കാണക്കാണി എന്ന് പറയില്ലേ, കാണക്കാണെ നമ്മുടെ കുളത്തിലെ വെള്ളം എന്ത് ചെയ്തു? ആ പച്ചപ്പായലിൻ്റെ ആ ഒരു കരിമ്പുതപ്പൊക്കെ മാറ്റി വെച്ചിട്ട് പകരം കണ്ണാടി പോലത്തെ വെള്ളം കൊണ്ട് വൃത്തിയായി. കണ്ണാടി പോലത്തെ വെള്ളം അതിലുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പോൾ താലാബ് കാ പാനി ആയിന കി തര സാഫ് ഹോ ഗയ. കുളത്തിലെ വെള്ളം കണ്ണാടി പോലെ വൃത്തിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ. ഇനിയിപ്പോൾ ചോക്കിദാർ പറഞ്ഞതും കേട്ട് നാരായണനും അവിടെ നിന്ന് മിണ്ടാതെ പോയതാണെന്നുണ്ടെങ്കിലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഒരിക്കലും സംഭവിക്കില്ല അല്ലേ? അപ്പോൾ അതെന്താണെന്ന് കാര്യം മനസ്സിലാക്കി അതിൻ്റെ പ്രതിവിധിയും നമ്മുടെ നാരായണൻ എന്ത് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളും ഈ നാരായണനെ പോലെ ആകണം. മനസ്സിലായോ? എല്ലാവരും വന്നിട്ട് നമുക്ക് വൃത്തിയാക്കാം എന്ന് പറഞ്ഞ് നാരായണൻ കാത്തിരുന്നോ? ഇല്ല. അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ആളുകൾ ഒത്തുകൂടി അല്ലേ? അപ്പോൾ നമ്മളും എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ മുൻകൈ എടുക്കണം. നമ്മളിപ്പോൾ ചെറുതാണ്, പക്ഷേ നമുക്കിങ്ങനെ പോയി ചെയ്യാനൊന്നും സാധിച്ചില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? മുതിർന്നവരുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്താൻ കഴിയും അല്ലേ? മുതിർന്നവരുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. എന്നിട്ട് അതിനുള്ള പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കാം. പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് പറയാം അല്ലേ? ഇങ്ങനെ ഒരു പാഠം ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇവിടെ നമ്മൾ വൃത്തിയാക്കണം എന്നൊക്കെ പറയാം. മനസ്സിലായോ? അതേപോലെ തന്നെ നമ്മളൊരിക്കലും ജലസ്രോതസ്സുകൾ വൃത്തികേടാക്കാൻ കൂട്ടുനിൽക്കരുത്. ഒരിക്കലും നമ്മുടെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലമല്ല ജലസ്രോതസ്സ്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പൊതുവായിട്ട് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അല്ലേ? ഇങ്ങനെയുള്ള കുളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആരെങ്കിലും വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കരുത്. നമ്മളതിന് മുൻകൈ എടുക്കണം. പിന്നെയോ വെള്ളം ഒരിക്കലും പാഴാക്കരുത്. അത് വളരെ അമൂല്യമാണ്. സൂക്ഷിച്ച് മാത്രം അതിനെ ഉപയോഗിക്കുക. കാരണം നമ്മൾ ഇവിടെ ഇത്രയും വെള്ളം ഉപയോഗിക്കുമ്പോൾ അത് കിട്ടാത്ത ആളുകൾ എത്രയോ പേരുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? ഈ പാഠത്തിലെ ആശയങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ നാട്ടിലുള്ള കുളങ്ങളും അതുപോലെ തന്നെ തോടുകളും ഒന്നും നമ്മൾ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കും നാളെ ഈ ഒരു ഗതി വരും. നമ്മൾ ഇങ്ങനെ പൈസയൊക്കെ കൊടുത്ത് വെള്ളം ഇവിടെ നിന്ന് വാങ്ങുന്നുണ്ട് അല്ലേ? ഇവിടെ നോക്കൂ, ഇവിടെയുള്ള കുരങ്ങൻ കണ്ടില്ലേ? ഇതിന് ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോകാൻ പറ്റുമോ? ഇതിനാരെങ്കിലും കൊടുക്കുമോ? കൊടുക്കില്ല അല്ലേ? അപ്പോൾ നമ്മളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഈ കുളമൊക്കെ മണ്ണിട്ട് നികത്തുക, അതുപോലെ തന്നെ ഈ മണൽ വാരൽ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ മാത്രമല്ല അത് ബാധിക്കുന്നത്, ഈ കണ്ട ജീവജാലങ്ങളെ കൂടി അതൊക്കെ ബാധിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല, ഈ പ്രകൃതിക്ക് ദോഷം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ അങ്ങനെയുള്ള സ്വാർത്ഥതയുള്ള കാര്യങ്ങളിലൊന്നും ചെന്ന് പെടരുത്. പിന്നെ നോക്കൂ, ഇവിടെ കണ്ടില്ലേ, ഇവിടെ കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറേ ശുചീകരണ പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ശുചീകരണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുളം വൃത്തിയാക്കലൊക്കെയാണ് ചെയ്യുന്നത്. തൊഴിലുറപ്പ് പണിക്കാരൊക്കെ എപ്പോഴും ചെയ്യുന്നൊരു പണിയാണ് ഇങ്ങനെയുള്ള ജലസ്രോതസ്സുകളുടെ അടിയിൽ നിന്ന് മണ്ണൊക്കെ വാരിയെടുത്ത് കളഞ്ഞ് അവിടെയുള്ള കച്ചറകളൊക്കെ നീക്കി അത് വൃത്തിയാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെട്ട് നമ്മുടെ ജലസ്രോതസ്സുകളിനെ എന്നെന്നും നിലനിർത്തുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നാളെ ദുഃഖിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഹുദാ ഹാഫിസ്.